ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കളെ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ദേ ഇന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് നേരത്തെ വിട്ടു കേട്ടോ. എനിക്കൊരു 12:30 ആയപ്പോഴത്തേനും വിട്ടു. ഇന്ന് SFIയുടെ ബന്ധമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കിടന്നുറങ്ങി ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റു. അപ്പോൾ മമ്മ വന്നപ്പോൾ മമ്മൂനിന്ന് പാസ്ത ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് ഒരു മസാല പെനിയുടെ വാങ്ങിയില്ല, അതിൻ്റെ ഒപ്പം തന്നെ മഷ്റൂം വൈറ്റ് സോസ് വാങ്ങിയിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോയത്. അപ്പോൾ വൈറ്റ് സോസ് പാസ്ത ഒക്കെ ഉണ്ടാക്കിയിട്ടു മഷ്റൂം ഇട്ടിട്ട് നമ്മൾ ഫുൾ അതിലുണ്ട്, അത് പൊട്ടിച്ചിട്ടാൽ മതി ജസ്റ്റ്. അതിന് ശേഷം ഇങ്ങനെ നാളികേരം പൊളിച്ചു, അത് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പൊളിച്ചു. അപ്പോഴാണ് ഇത് കണ്ടു. അപ്പോൾ പൊങ്ങുണ്ടെന്നൊക്കെ വെച്ച് വലിയ എത്തി വെട്ടിയതാണ്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ പൊങ്ങൊന്നുണ്ടായി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് പഴമാണ്. പഴം നമുക്ക് നല്ലോണം അരിഞ്ഞൊന്ന് മാറ്റി വെക്കാം കേട്ടോ, ചെറുതാക്കി. അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മളെ അവിലാണ് കേട്ടോ. അവിൽ ഇപ്പം ഞാനൊരു 2 പിടിയൊക്കെ എടുത്തിട്ടുണ്ട്, അതായത് നിങ്ങളെ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അതേ അവിൽ പൊടിച്ചെടുക്കാം കേട്ടോ, അതായത് ഫൈനാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരം വേണം കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഇതില്ലേ പഴം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. അത് നല്ലോണം ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ പഞ്ചസാര ഇതെല്ലാം കൂടി മിക്സായി വരുന്ന ഒരു കൺസിസ്റ്റൻസി ആവില്ലേ, അതായത് പഴം ചെറുതായിട്ട് ഉടഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് അതിൽ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചിരകി വെച്ച് നാളികേരം ഇട്ട് കൊടുക്കുക കേട്ടോ. നാളികേരം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക. നാളികേരമൊക്കെ ഒന്ന് അതിൽ മിക്സായി എന്ന് മനസ്സിലാകുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അവിലുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് നമുക്ക് ആ അവിൽ ഒന്ന് മിക്സായി എന്ന് തോന്നുമ്പോൾ ഓഫ് ചെയ്യാം. അവിലും പഴം എല്ലാം നല്ലോണം മിക്സായി എന്ന് പറയുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഒന്ന് ജസ്റ്റ് പിടിച്ച് നോക്കുമ്പോൾ ഒരു കറക്റ്റ് ഒരു റൗണ്ട് വരണം കേട്ടോ. പക്ഷേ ഇതിപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായി. ഞാവി കയറ്റിയാലും അതിനും ടേസ്റ്റാണ്. ഇവിടെ ഇപ്പം തന്നെ മമ്മ ഇങ്ങനെ ഇരുന്ന് കഴിക്കണ്ടായി കേട്ടോ. അത് ഇതേ ഉരുണ്ട് റൗണ്ടാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഇത് നല്ലോണം നമുക്ക് റൗണ്ടാക്കി പിടിച്ചെടുക്കാം കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ഒരു 2 പഴമാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ പറയും മസ്റ്റ് ട്രൈ സാധനമാണ് കേട്ടോ. ഇവിടെ മമ്മു പഴമൊന്നും കഴിക്കാറില്ല, ആ മമ്മു വരെ പഴം കഴിച്ചു. പഴം കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും പഴം കഴിക്കും കേട്ടോ. അതിന് ശേഷം ഒന്ന് ആ വാഴയില വെട്ടാൻ പോയി. വാഴയില വെട്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ ഈ ബോൾസ് ഇട്ട് അത് ജസ്റ്റ് ഒന്ന് അവിയേറ്റിയെടുക്കണം കേട്ടോ. ഇഡ്ഡലി ചെമ്പിലെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അതൊരു 10-15 മിനിറ്റ് അതൊന്ന് സ്റ്റീം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. വല്ലാണ്ടിട്ട് ഇതാക്കാൻ നിൽക്കരുത്, അപ്പോൾ ഒന്ന് ഉടഞ്ഞ പോലെ ആവും കേട്ടോ. അപ്പോൾ പരമാവധി കുറച്ച് നേരം സ്റ്റീം ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചൂടോടെടുത്ത് തിന്നിട്ട് വായൊക്കെ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.